നമസ്കാരം. ചെന്നൈ സൂപ്പർ കിങ്സ് ഒരു 2.0 വെർഷനിലാണ് ഇത്തവണത്തെ IPL ഇറങ്ങുന്നത്. കഴിഞ്ഞ സീസൺ CSK ആരാധകർ പോലും കൊതിക്കാൻ ആഗ്രഹിക്കാത്ത, ഓർക്കാൻ പോലും ആഗ്രഹിക്കാത്ത സീസണാണ്. 14 മത്സരങ്ങളിൽ നിന്ന് 4 ജയം 10 തോൽവി. പോയിന്റ് ടേബിൾ അവസാനത്തെ സ്ഥലത്ത് പോയിന്റ്സ് 8. CSKയുടെ ഒരു IPL റണ്ണിൽ തന്നെ ഇത്രയും മോശം സീസൺ ഒരുപക്ഷെ ഉണ്ടായിട്ടുണ്ടാവില്ല. എന്തായാലും ചെന്നൈ ഇപ്പോൾ പുതിയൊരു ടീമാണ്. സഞ്ജു സാംസന്റെ വരവോടുകൂടി CSK മൊത്തത്തിൽ ഒന്ന് മാറ്റിയിരിക്കുകയാണ്. പക്ഷേ CSK സഞ്ജുവിനെ കൊണ്ടുവന്നത് രവീന്ദ്ര ജഡേജ, സാം കർൺ എന്നീ 2 താരങ്ങളെ രാജസ്ഥാനിൽ ട്രേഡ് ചെയ്തതിനു ശേഷമാണ്. അപ്പോൾ ചെന്നൈയിൽ സഞ്ജു വരുന്നതോടുകൂടി എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് ആദ്യം പരിശോധിക്കാം. ഒന്ന്, കഴിഞ്ഞ സീസണിൽ CSKക്ക് പവർ പ്ലേയിൽ ഏറ്റവും സ്ലോ റൺ റേറ്റ് ആയിരുന്നു. അത് മാറ്റുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് സഞ്ജു സാംസനെ കൊണ്ടുവരുന്നത്. 2, CSK കാണുന്ന ഒരു ഫ്യൂച്ചർ വിക്കറ്റ് കീപ്പർ ബാറ്റർ, അത് ധോണിയിൽ നിന്നും സഞ്ജുവിലേക്ക് ആ കീപ്പിംഗ് ഗ്ലൗസ് മാറുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഗോട്ട് എന്ന സിനിമയിൽ നിന്ന് തുപ്പാക്കി പുടിങ്ക ശിവ എന്ന് വിജയ് ശിവകാർത്തികേയൻ ആ തോക്ക് കൈമാറിയതുപോലെ ധോണിയുടെ സഞ്ജു സാംസൺ ഗ്ലൗസ് കൈമാറുന്ന രീതിയിലാണ് ആളുകളുടെ മൈൻഡ് സെറ്റ് പോകുന്നത്. ഇപ്പോഴത്തെ CSKയുടെ മുൻതാരം, ഒരുപക്ഷെ മുൻതാരമെന്ന് മാത്രം വിളിച്ച് ചുരുക്കാൻ കഴിയില്ല, CSKയുടെ ഒരു വൺ ഓഫ് ദ ജെം പ്ലെയേഴ്സായ ഫാഫ് ഡു പ്ലസി ഇപ്പോൾ ഒരു പുതിയ വാചകം പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ധോണിക്ക് പകരം സഞ്ജു സാംസൺ കീപ്പിങ്ങിന് ഇറങ്ങണം എന്നുള്ളതാണ് CSKക്ക് വേണ്ടിയിട്ട്. ഒന്നാമത്തെ കാര്യം, അത് ഫാഫ് പറയുന്നത് ഫ്യൂച്ചർ CSK മോഡലാണ്. ധോണിന് എത്ര വർഷം വേണമെങ്കിലും IPL കളിക്കും. ധോണിക്ക് നിലവിൽ 44 വയസ്സ് പ്രായമുണ്ട്. ഒരുപക്ഷെ നമ്മളൊരു 3 സീസൺ മുമ്പ് തന്നെ ധോണിയുടെ അവസാനത്തെ സീസൺ ആയിരിക്കും ഇത് എന്ന് പറഞ്ഞതാണ്. 40 വയസ്സൊക്കെ ആയപ്പോൾ തന്നെ ധോണി റിട്ടയർമെൻറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷ എടുത്തു നിന്നാണ് ധോണി പിന്നെയും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അവസാനത്തെ സീസണൊക്കെ നമുക്ക് അറിയാം, ധോണി അവസാനം ഒരു 4 ബോളുകളോ 5 ബോളുകളോ ബാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങും. ഫീൽഡിലുടനീളം കീപ്പിംഗ് ഗ്ലൗസിൽ ധോണിയെ കാണാറുമുണ്ട്. പക്ഷേ ഇത്തവണ സഞ്ജുവിൻ്റെ വരവോടുകൂടി CSK മാനേജ്മെൻറ്റ് ചിന്തിക്കുന്നത് എന്താണ്? ധോണി തന്നെ ആയിരിക്കുമോ ത്രൂ ഔട്ട് ഫീൽഡിങ്ങിൽ ഉണ്ടാവാൻ സാധ്യത, അതോ CSKയുടെ എല്ലാ മത്സരങ്ങളും ധോണി കളിക്കാൻ സാധ്യതയുണ്ട്? ഇപ്പോൾ ധോണി പറയുകയാണ് മാനേജ്മെൻറ്റിനോട്, എനിക്ക് എല്ലാ മത്സരങ്ങളും കളിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ്മെൻറ്റിന് വേറെ ഓപ്ഷൻ ഒന്നുമില്ല. ധോണിയാണ് മാനേജ്മെൻറ്റിനെക്കാളും മുകളിൽ CSKയിൽ. അത് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, അത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനൊരു തീരുമാനം ധോണി എടുക്കുമോ എന്നുള്ളതാണ് ചോദ്യം, മാനേജ്മെൻ്റ് അല്ല. 2, ധോണി കളിക്കുകയാണെങ്കിൽ തന്നെ ധോണി കീപ്പ് ചെയ്യുകയായിരിക്കും ചെയ്തത്. അങ്ങനെയാണെങ്കിൽ സഞ്ജു ഫീൽഡിൽ നിൽക്കും. ഇനി അല്ല, സഞ്ജു ആണ് കീപ്പ് ചെയ്യുന്നതെങ്കിൽ വാട്ട് ഇസ് ഗോണ ഹാപ്പൻ? അതൊരു നിർണായകമായ ചോദ്യമാണ്. ധോണിക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ഫീൽഡറായിട്ട് വേറൊരാളെ കൊണ്ടുവരാനായിരിക്കും സാധ്യത. ഇങ്ങനെ എന്തൊക്കെ പെർമ്യൂട്ടേഷൻസ് കോമ്പിനേഷൻസ് ഒക്കെ CSK പരീക്ഷിക്കുമോ എന്നത് അറിയില്ല. പക്ഷേ ഈ കീപ്പിംഗ് ഗ്ലൗസ് മാറ്റുന്നതിനേക്കാളുപരി ഈ CSK ഒരു പുതിയ ഉണർവായിട്ട് കാണുന്നത് ഈ ടോപ്പ് ഓർഡർ ചേഞ്ചിങ് ആണ്. ഇപ്പോൾ ആയുഷ് മാത്രേ ആൻഡ് സഞ്ജു സാംസൺ ആയിരിക്കാം CSKക്ക് വേണ്ടിയിട്ട് 2026 IPL ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതകളേറെ. ക്യാപ്റ്റനായ ഋതുരാജ് ഗെയ്ക്വാദ് ഇന്ന 3-ൽ ഇറങ്ങാനായിരിക്കും സാധ്യത. ഗെയ്ക്വാദ് ഓപ്പണിംഗ് പൊസിഷനിൽ നിന്നും ഇന്ന 3-ലേക്ക് മാറുന്നു. ഇഷാൻ കിഷൻ ഇന്ത്യൻ ടീമിന് വേണ്ടി ചെയ്തതുപോലെ അങ്ങനൊരു മാറ്റം ഗെയ്ക്വാദ് ഇവിടെ CSKക്ക് വേണ്ടിയിട്ട് സഞ്ജുവിന് വേണ്ടിയിട്ട് ചെയ്യുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. എന്തൊക്കെ തന്നെ ആയാലും CSK ഒരു പുതിയ ഉണർവോടുകൂടി തന്നെയായിരിക്കും ഈ സീസൺ കാണുന്നത്. കാരണം കഴിഞ്ഞ സീസണിൻ്റെ ഈ ഒരു വൃത്തികെട്ട തോൽവി, ഒരുപക്ഷെ ഒരു വലിയ തോൽവി, അത് ആരാധകർക്ക് പോലും ചിന്തിക്കാൻ കഴിയുന്നു, ഒരുപക്ഷെ ഇപ്പോഴും പലർക്കും വിശ്വസിക്കാൻ കഴിയുന്നതല്ല. അങ്ങനെ ഒരു പടുകൂറ്റൻ തോൽവിയിൽ നിന്നും മാറുക എന്നത് തന്നെയാണ് ജഡേജയും സാം കർണയും ഉൾപ്പെടെ കൊടുത്തിട്ട് സഞ്ജുവിനെ ഇവിടെ വരുത്താനുള്ള കാരണം. ഒന്നാമത്തെ കാര്യം, ജഡേജയും സാം കർണും CSKയുടെ വിശ്വസ്തരായ 2 ഓൾറൗണ്ടേഴ്സ് ആയിരുന്നു. ജഡേജ എന്തൊക്കെ സംഭാവനകളാണ് ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു തുടങ്ങിയാൽ ഇന്നൊന്നും തീരില്ല. സാം കർൺ ആവട്ടെ എത്രയോ അത്യാവശ്യമായ ഘട്ടങ്ങളിൽ ബാറ്റ് കൊണ്ടും ഡെത്ത് ഓവേഴ്സിൽ പേസ് മാറ്റി എറിഞ്ഞും ഒക്കെ വിക്കറ്റ് ടേക്കിംഗ് ബൗളറും കൂടിയായി മാറിയാണ്. ഈ 2 പേരെ മാനേജ്മെൻറ്റ് കളഞ്ഞിട്ടാണ് ഓപ്പണിംഗ് വിക്കറ്റ് കീപ്പർ സ്ലോട്ടിലേക്ക് സഞ്ജു സാംസനെ കൊണ്ടുവരുന്നത്. CSK മാനേജ്മെൻറ്റ് ഓരോ തീരുമാനം എടുക്കുന്നതും അത്രയധികം ആലോചിച്ചിട്ടാണ്. ഓപ്ഷൻ ഒരു പ്ലെയറിനെ ബിഡ് ചെയ്യുന്നത് പോലും അത്രയധികം ആലോചിച്ചിട്ടാണ്. അങ്ങനെ മുഴുനീള ഹോംവർക്ക് എടുത്ത CSK മാനേജ്മെൻറ്റ് എന്താണ് സഞ്ജുവിലൂടെ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്? ഫ്യൂച്ചർ ക്യാപ്റ്റൻസി ആണോ? നിർണായകമായൊരു ചോദ്യമാണ്. കാരണം സഞ്ജു രാജസ്ഥാൻ റോയൽസിൽ ക്യാപ്റ്റൻസി സ്ഥാനം കളഞ്ഞിട്ടാണ് ചെന്നൈയിലേക്ക് വരുന്നത്. അപ്പോൾ സഞ്ജുവിന് എന്ത് പറഞ്ഞാണ് രാജസ്ഥാനിൽ നിന്നും ഇങ്ങോട്ടേക്ക് ആകർഷിച്ചത്? കാരണം അവിടെ രാജസ്ഥാൻ്റെ മാനേജ്മെൻറ്റിന് മുകളിലായിരുന്നു സഞ്ജു. ഒരുപക്ഷെ അങ്ങനെ ഒരു തോളോട് തോൾന്ന് വേണമെങ്കിൽ വിളിക്കാം. അങ്ങനെയാണ് സഞ്ജുവിനെ രാജസ്ഥാൻ കൊണ്ടു നടന്ന് വളർത്തിക്കൊണ്ടുവന്നതാണ്. വളർത്തിക്കൊണ്ടുവന്നൊരു പുത്രനെ പോലെയാണ് രാജസ്ഥാൻ സഞ്ജുവിനെ കൊണ്ടുവന്നത്. അവിടെ ഇപ്പോൾ സഞ്ജുവിൽ നിന്നും CSKയിലേക്ക് സഞ്ജുവിനെ വാങ്ങുമ്പോൾ എന്തൊക്കെ ഓഫേഴ്സ് ആയിരിക്കും സഞ്ജുവിന് കൊടുത്തിട്ടുണ്ടാവുക? അത് വളരെ നിർണായകമായ ചോദ്യമാണ്. കാരണം ഇപ്പോൾ ഗെയ്ക്വാദിൻ്റെ കയ്യിലാണ് ക്യാപ്റ്റൻസി എങ്കിൽ പോലും ആ ക്യാപ്റ്റൻസി ബാൻഡ് സഞ്ജുവിലേക്ക് മാറുമോ? സഞ്ജു സാംസൺ CSKയുടെ ക്യാപ്റ്റൻ ആകുമോ? ഒരു ഫ്യൂച്ചർ ക്യാപ്റ്റൻ നിലവിൽ ഈ സീസണിൽ അല്ലെങ്കിൽ പോലും അടുത്ത സീസൺ, ഒരുപക്ഷെ അതിൻ്റെ അടുത്ത സീസണിലേക്ക് ആകുമോ? ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണോ സഞ്ജുവിനെ CSK കാണുന്നത് എന്നൊരു നിർണായകമായ ചോദ്യം കൂടിയുണ്ട്. സോ ഇതെല്ലാം ടേക്കിംഗ് ഇൻ ടു കൺസിഡറേഷൻ കൂടി എടുക്കുമ്പോഴാണ് ഫാഫിൻ്റെ ഈ വാക്കുകളും കൂടി സോഷ്യൽ മീഡിയയിൽ
വൈറലാകുന്നത്. ധോണി കീപ്പിംഗ് ഗ്ലൗസ് സഞ്ജുവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുക എന്നുള്ളതാണ് ഫാഫിൻ്റെ അഭിപ്രായം എന്നുള്ളതും കൂടി എടുത്തു സൂചിപ്പിക്കാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.